രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് ജർമ്മനിയെ നയിച്ച് ലോകത്തിന്മേൽ നാശം വിതച്ച സ്വേച്ഛാധിപതിയായി അഡോൾഫ് ഹിറ്റ്ലർ ഓർമ്മിക്കപ്പെടുന്നു. എന്നാൽ രാഷ്ട്രീയത്തിനും യുദ്ധങ്ങൾക്കും പിന്നിൽ വളരെ വിചിത്രവും ഇരുണ്ടതുമായ ഒരു കഥയുണ്ട്. പുരാതന ചിഹ്നങ്ങൾ, വിലക്കപ്പെട്ട അവശിഷ്ടങ്ങൾ, ഉത്തരം ലഭിക്കാത്ത നിഗൂഢതകൾ എന്നിവയാൽ നിറഞ്ഞ ഒന്ന്. ഇന്ന് നാസി ചിഹ്നമായി കുപ്രസിദ്ധമായ സ്വസ്തിക ജർമ്മനിയിൽ ജനിച്ചതല്ല. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം എന്നിവയിലെ സമൃദ്ധിയുടെയും പ്രപഞ്ചക്രമത്തിൻ്റെയും പുരാതന പ്രതീകമായിരുന്നു അത്. ഹിറ്റ്ലർ അത് സ്വീകരിച്ചപ്പോൾ അർത്ഥം എന്നേക്കുമായി വളച്ചൊടിക്കപ്പെട്ടു. ഒരു കാലത്ത് ജീവിതത്തെയും സന്തുലിതാവസ്ഥയെയും പ്രതീകപ്പെടുത്തിയിരുന്നത് ഭീകരതയുടെയും നാശത്തിൻ്റെയും അടയാളമായി മാറി. സ്വസ്തികയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയമായ ആര്യൻ വംശത്തെക്കൂടി ഹിറ്റ്ലർ അവകാശപ്പെട്ടു. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കും പേർഷ്യയിലേക്കും കുടിയേറിയ പുരാതന ജനതയായിരുന്നു ആര്യന്മാർ. പഴയ ഗ്രന്ഥങ്ങളിൽ ആര്യൻ എന്നതിന് കുലീനർ എന്നേ അർത്ഥമുള്ളൂ. പിന്നീട് യൂറോപ്യൻ പണ്ഡിതന്മാർ ആര്യന്മാരെ സംസ്കൃതം, പേർഷ്യൻ, ഗ്രീക്ക്, ജർമ്മൻ എന്നീ ഭാഷകളുടെ വേരുകളുമായി ബന്ധിപ്പിച്ചു. നാസികൾ ഈ ആശയം വളച്ചൊടിച്ചു. ആര്യന്മാർ ജർമ്മൻ വംശത്തിന്റെ യഥാർത്ഥ പൂർവികർ ആണെന്ന് അവർ അവകാശപ്പെട്ടു. അവർക്ക് ആ വാക്ക് ശക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി മാറി. ഹിറ്റ്ലറുടെ വിഷൻ രാഷ്ട്രീയത്തെക്കാൾ ആഴത്തിലായിരുന്നു. ഹിറ്റ്ലറും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയവും പേഗൻ പാരമ്പര്യങ്ങളിലും വിലക്കപ്പെട്ട അറിവുകളിലും മുഴുകിയിരുന്നു. പേഗനിസം ഒരു വ്യത്യസ്തമായ മിത്തോളജി വാഗ്ദാനം ചെയ്തു. വാരിയർ ഗോഡ്സ്, ആൻസെസ്ട്രൽ ബ്ലഡ് ലൈൻസ്, മിസ്റ്റിക്കൽ പവർ എന്നിവയുടെ ഒന്ന്. നാസികളുടെ ഷൂട്ട്സ്റ്റഫെൽ എന്ന പാരാമിലിറ്ററി ഓർഗനൈസേഷന്റെ തലവനായ ഹെൻറിച്ച് ഹിംലർ വെവൽസ്ബർഗ് കോട്ടയെ ഒരു പേഗൻ ടെമ്പിളാക്കി മാറ്റി. അവിടെ റിച്വൽസ്, റൂൺസ്, ശപഥങ്ങൾ എന്നിവയുമായുള്ള ബന്ധങ്ങൾ SS-നെ ഒരു നിഗൂഢ നൈറ്റ്ലി ഓർഗനൈസേഷനാക്കി മാറ്റി. എന്നാൽ അധികാരത്തിനായുള്ള നാസികളുടെ അന്വേഷണം ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. രാഷ്ട്രങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ കഴിയുമെന്ന് ഐതിഹ്യം അവകാശപ്പെടുന്ന അവശിഷ്ടങ്ങൾക്കായി അവർ വേട്ടയാടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ തുളച്ചുകയറ്റിയ സ്പിയർ ഓഫ് ഡെസ്റ്റിനി. ഐതിഹ്യമനുസരിച്ച് ഇത് കൈവശമുള്ള ഏതൊരാൾക്കും ലോകത്തെ ഭരിക്കാൻ കഴിയും. ഒരു യുവാവായിരിക്കെ വിയന്നയിലാണ് ഹിറ്റ്ലർ ആദ്യമായി സ്പിയർ കണ്ടുമുട്ടുന്നത്. 1938 ജർമ്മനി ഓസ്ട്രിയ പിടിച്ചടക്കിയപ്പോൾ സ്പിയർ കൈവശപ്പെടുത്താൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. വിചിത്രമെന്തെന്നാൽ 1945 സ്പിയർ സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലായി. ഹിറ്റ്ലർ തന്റെ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച അതേ കാലഘട്ടം. ഹിറ്റ്ലറുടെ സ്റ്റോറി യുദ്ധം, രാഷ്ട്രീയം, ക്രൂരത എന്നിവ മാത്രമല്ല. രാഷ്ട്രത്തെക്കാൾ പഴക്കമുള്ള സിംബലുകൾ, പുരാണങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ, ആധുനിക യുഗത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പേഗൻ ട്രഡിഷൻസ് എന്നിങ്ങനെ ചുരുളഴിയാത്ത കഥകൾ ഇപ്പോഴും ചരിത്രത്തിന്റെ നിഴലുകളിൽ തുടരുന്നു.